ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സൗത്ത് കെയർ ഹെൽത്ത് കെയറിൻ്റെ പ്രാക്ടീഷണറായ ഷാജഹാൻ സാറാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹെൽത്തിനാണ്. കാരണം ഹെൽത്ത് ഉണ്ടെങ്കിലേ നമ്മൾക്ക് എന്ത് കാര്യവും മുമ്പോട്ടേക്ക് പോകുള്ളൂ. നമുക്ക് ഒരുപാട് അറിവ് തരുന്ന ഗ്രൂപ്പിലൂടെ ഒരുപാട് ആൾക്കാർക്ക് സേവനം ചെയ്യുന്ന, അതായത് ഒരു രൂപ പോലും വാങ്ങിക്കാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അറിവ് ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള, അതിൽ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, അതായത് അലർജി എന്തുകൊണ്ടാണ്, അതിന് നമ്മൾ എന്താ ചെയ്യുക, അതിനെ അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണ് അതിൻ്റെ ഏറ്റവും നല്ല പ്രതിവിധി, അതിന് നല്ലൊരു നമ്മൾ സാറിൽ നിന്ന് ഒരു റെമഡി പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ ഒത്തിരി പേര് ഈ പ്രശ്നവുമായി, ഈ അലർജിയുമായി ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് ടെസ്റ്റുകൾ, പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ലിവറാണ് അതിൻ്റെ മെയിൻ റീസൺ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ലിവറിലേക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചണാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗരം മസാല, റെഡ് ചില്ലി, അതേപോലെ ഗരം മസാല, ഈ 3 സാധനങ്ങൾ നമ്മൾ കിച്ചണിൽ നിന്ന് ഒഴിവാക്കിയാൽ നമ്മുടെ അസുഖങ്ങൾ, ഈ തരത്തിലുള്ള അസുഖങ്ങൾ മാറിക്കിട്ടും. അതായത് എണ്ണ ചൂടാക്കിയത്, അത് എണ്ണ ഏതുമായിക്കോട്ടെ, എണ്ണ കുക്കിംഗ് ഓയിൽ പലതരത്തിലുണ്ട്. വെളിച്ചെണ്ണയുണ്ട്, ഒലിവ് ഓയിലുണ്ട്, തവിടെണ്ണയുണ്ട്, പാം ഓയിലുണ്ട്, സൺഫ്ലവർ ഉണ്ട്, പലതും ഉണ്ടാവും. അപ്പം ഞാൻ എടുത്തു പറയേണ്ടതില്ല. അങ്ങനെ ആ എണ്ണ ഏത് ചൂടാക്കിയാലും അത് ടോക്സിക്കായി മാറിയ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റോ ആയിട്ട്, പച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം അതിന് മുകളിലൂടെ ഒഴിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത് മാറിയിട്ട് അവർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഉള്ളതിലേക്ക് മടങ്ങി കഴിഞ്ഞാൽ ഈ അസുഖങ്ങളെല്ലാം മാറും. അപ്പോൾ അത് ഈ എണ്ണ ചൂടാക്കിയത് ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിൽ ടോക്സിക് ആവുകയാണ്. ഈ ടോക്സിക് ആവാനായിട്ട് ലിവർ സമ്മതിക്കില്ല. ലിവർ അതിനെ അക്യുമുലേറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് ഫാറ്റ് ലിവർ ഉള്ളവരുടെ നമ്മുടെ ശരീരത്തിൽ ഇവിടെ ഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറുത്തിരിക്കുന്നത് കാണാൻ കഴിയും. അതേപോലെ അവരുടെ കാലിൽ കറുത്ത കളർ വരും, ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരണത് കാണാൻ പറ്റും. ഇച്ചിങ് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറിലും ലങ്സിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലും ഒക്കെ ഈ യാങ് എനർജി എന്ന് പറയുന്ന സാധനം എക്സസ് ആണ്. അക്യുപഞ്ചർ തിയറി പ്രകാരം അത് യാങ് എനർജി ആയി മാറുകയാണ്. അസിഡിക് കൂടുമ്പോൾ യാങ് എനർജി എന്ന് പറയുന്ന സാധനം കൂടും. ഇതേപോലെ തന്നെ ഇവിടെ ഡീഹൈഡ്രേഷൻ നടക്കും. ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് എന്ന് പറയുന്ന സംഭവം എക്സസ് ആവും. ഇതേപോലെ നമ്മുടെ ചുമന്ന മുളക് ഉപയോഗിക്കുമ്പോൾ അതിന് സംഭവിക്കുന്നത്, ചുമന്ന മുളക് അക്യുപഞ്ചർ തിയറി പ്രകാരം റെഡ് എന്ന് പറയുന്ന ഹീറ്റിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവം. അത് മാത്രമല്ല അത് ഉണക്കി സൂക്ഷിക്കുകയാണ്. ചുമന്ന മുളകിന് ഉണക്കി സൂക്ഷിക്കും. അപ്പോൾ വെച്ചാൽ വീണ്ടും ഡ്രൈ ആവുകയാണ്. അപ്പോൾ ഈ സാധനം നമ്മുടെ ശരീരത്ത് ചെന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിന് അതായത് ലിക്വിഡിന് മൊത്തത്തിൽ ഡിഹൈഡ്രേറ്റ് ചെയ്യും. അത് ഡിഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പോലും അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നത് ഇത് നമ്മുടെ ലങ്സിനും ലാർജ് ഇൻറ്റസ്റ്റൈനും സ്കിന്നിനെയൊക്കെ ഡയറക്റ്റ് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ പൈൽസ് ഉള്ളവർ, അതേപോലെ വെരിക്കോസ് വെയിൻ ഉള്ളവർ, അതേപോലെ സ്കിൻ അലർജീസ് ഉള്ളവർ, ഇവരൊന്നും ചുവന്ന മുളക് തൊടാനേ പാടില്ല. അതേപോലെ ഇതാണ് ഗരം മസാല, അതേപോലെ ആർട്ടിഫിഷ്യൽ കളർ, ലോലിപ്പപ്പ് പോലുള്ള സാധനങ്ങൾ, അതിലൊക്കെ ആർട്ടിഫിഷ്യൽ കളർ ഭയങ്കരമായിട്ട് വെച്ചേക്കുന്നു. ഇതെല്ലാം കിഡ്നിനെയും ലിവറിനെയും നന്നായി ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് ടോക്സിക് ആയി മാറണം. ഈ ടോക്സിക് ആവുന്ന കിഡ്നി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കലൈൻ ബേസിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് അസിഡിക് ബേസ്, അതായത് ടോക്സിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി ഉടനെ തന്നെ അതിനെ വൈഡായിട്ട് നെഫ്രോൺ തുറന്നിട്ട് അതിൽ കൂടി ഇത് പുറത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ യൂറിനേറ്റ് ചെയ്ത് കളയുമ്പോൾ ഇതിൻ്റെ കൂടെ ശരിയായ രീതിയിൽ ഫിൽട്ടർ ചെയ്യാതെ ന്യൂട്രീഷനും പുറത്തു പോകും.
അപ്പം ന്യൂട്രീഷൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. ഒപ്പം ഡീഹൈഡ്രേറ്റ് ചെയ്തു പോവുകയാണ്. ഈ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുമ്പോൾ രോഗം, എക്സ്റ്റേണൽ പാത്തജൻസ് നമ്മുടെ ശരീരത്തോട് കയറാനുള്ള ഒരു ഓപ്പണിംഗ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പം ഈ 3 കാര്യങ്ങളും ഡീഹൈഡ്രേഷൻ എന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമ്മളുടെ സ്കിന്നിലും ലങ്സിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലും ലിവറിലും അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ എപ്പിഡെർമിക് ലെയറിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ആയി പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിൻ ഡ്രൈനെസ് വരും. അങ്ങനെ സ്കിൻ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ സ്കിന്നിലുള്ള അലർജീസ്, ഇത് നമ്മുടെ സ്നീസിങ്, ഡ്രൈ കഫ്, അതേപോലെ ഇച്ചിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ വരാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം നമ്മുടെ കിച്ചണിൽ നിന്ന് ഈ 3 സാധനത്തിന് ഒഴിവാക്കുക എന്നുള്ള കാര്യം ചെയ്യുക. ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് വരിക. ട്രീറ്റ്മെൻറ്റിൽ 3 പോയിന്റിൽ ഒരേ കളർ ഇടുക. ഒരേ കളറ് 3 പോയിന്റിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി അത് അക്യുപഞ്ചറിസ്റ്റുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് LU5, LU11, ലിവർ 1 ഈ 3 പോയിന്റുകൾ ഉപയോഗിച്ചാൽ മതി. ഞാൻ ക്ലിനിക്കിൽ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് റിസൾട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. താങ്ക് യു. ഇവിടെ ഇന്ന് നമ്മൾക്ക് കിട്ടിയ മറുപടി നമ്മൾ ഉദ്ദേശിച്ചതിലും ഗ്രേറ്റ് ആയിരുന്നു. കാരണം ഞാൻ പഠിച്ചത് സ്റ്റേ ഹെൽത്തി വിത്ത് ഹോം മെയ്ഡ് ഫുഡാണ്. അപ്പോൾ സ്റ്റേ ഹെൽത്തി വിത്ത് ഹോം മെയ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹെൽത്തുമായിട്ട് നല്ല ഫുഡാണ്. പക്ഷേ ഈ ഒരു സംഭവം കിച്ചണിൽ അധികം പേരും അറിയാത്തൊരു സംഭവമാണ്. കാരണം നമ്മൾ ഈ റെഡ് എന്ന് പറഞ്ഞാൽ ORG അല്ലേ, ഓയിൽ, റെഡ് ചില്ലി, റെഡ്, പിന്നെ G എന്ന് പറയുന്നത് ഗരം മസാല. മസാല എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രേറ്റ് ആണ്, പക്ഷെ അത് ഗരം മസാലയാവും, അത് അസംബിൾഡ് ആവുമ്പോൾ അതിൻ്റെ ഒരു പോയിസണസ്. നമ്മൾ സാധാരണ ടോക്സിക് ഹിജാമ ട്രീറ്റ്മെൻറ്റ് പറയുന്ന ടോക്സിക് ബ്ലഡ് ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന പോലെ ഈ ടോക്സിക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ലൊരു ഹെൽത്ത്, ഇതിനപ്പുറം നമ്മുടെ എല്ലാം കൊണ്ടും ഒരു ടോട്ടൽ ഒരു പനേഷ്യ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഹെൽത്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അതിനപ്പുറം ഞാൻ ഇതിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് എന്ന് പറയുന്നത് അക്യുപഞ്ചറിസ്റ്റ് ആയിട്ടുള്ളവർക്കുള്ള ഈ 3 പോയിന്റ്സും നല്ലൊരു പോയിന്റ് അല്ലേ, ലിവർ 1ഉം LU5, LU11 ഇതും കൂടി ആകുമ്പം ടോട്ടൽ ഒരു ക്യൂറാണ് അതിൻ്റെ വരുന്നത്. അപ്പം ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിവ് കിട്ടുമ്പം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അധികം ആൾക്കാരും അത് കേൾക്കും, പിന്നെ അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു അറിവ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും. താങ്ക് യു. നമ്മളിത് പിന്നെ ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.